സെക്ഷൽ താല്പര്യത്തിന് വേണ്ടി കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അതിന് വേറെ ആളുകൾ കിട്ടും. അവിടെ പോയിട്ട് സെക്ഷൽ താല്പര്യങ്ങൾ തീർക്കുക. ഇനി കല്യാണം കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, കല്യാണം കഴിച്ച എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അച്ഛനാവാനുള്ള യോഗ്യതയുമില്ല. അച്ഛനാവുക അമ്മയാവുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ഇവിടെ സെക്ഷൽ താല്പര്യത്തിന് വേണ്ടി മാത്രം പെണ്ണ് കെട്ടുന്നു, കുറേ സെക്ഷുവാലിറ്റി നടത്തുന്നു, കൂട്ടത്തിൽ സൈക്കിക് ആയിട്ടുള്ള ഒരുപാട് പോൺ വീഡിയോസും ഒരുപാട് ഫാൻറ്റസി വീഡിയോസും കാണുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെന്ന് ആലോചിച്ച് നോക്കും, സ്വന്തം അച്ഛൻ കയറി ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ അവിടെ ഇവിടെ കയറി പിടിച്ച് എത്ര നമ്മൾ ഞെട്ടിപ്പോകും കേട്ട് കഴിഞ്ഞാൽ. ഈ കുഞ്ഞുങ്ങൾ ഈ ട്രോമ വെച്ച് ജീവിക്കാം, സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, സ്വന്തം കുഞ്ഞുങ്ങൾ അടുത്ത് വരുമ്പോൾ സംശയം, നാട്ടുകാരെ പേടി 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 എന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തോർത്ത് നമുക്ക് യോഗ്യത ഇല്ലയോ, നമ്മൾ കെട്ടാൻ നിൽക്കരുത്. ഇവിടെ നമ്മൾ കെട്ടിയില്ല എന്ന് കരുതി ഇവിടെ ഒന്നും പറ്റില്ല. സ്വന്തം പിതാവിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടുന്ന എത്രയോ സ്ത്രീകളെന്ന് അറിയാമോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഓരോ കൺസൾട്ടേഷനും ഓരോ വന്നിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചങ്ക് ഉരുകിപ്പോവും. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശാപം കിട്ടുന്ന കാര്യങ്ങളാണ്, ചെയ്യാനേ പാടില്ല. ഫുൾ തടസ്സം വന്ന് അവസാനം തകർന്ന് തരിപ്പടമായി ഗതി കിട്ടാതെ കിടന്ന അലയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ദ്രോഹിക്കാനുള്ള ഒരു അനുവാദവും ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഉപാസന മൂർത്തികൾ വെച്ചിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് സോളുകൾ ഉപയോഗിച്ചിട്ടോ നമ്മൾ മറ്റൊരു മനുഷ്യനെ ദ്രോഹിക്കാനോ ആ വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിലെന്തെങ്കിലും വൈകല്യങ്ങളോ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണോ ആ വ്യക്തി അനുഭവിച്ച വേദനയും സ്ട്രഗിളും അതിൻ്റെ 10 ഇരട്ടി നമ്മളും നമ്മുടെ 7 തലമുറയെ അനുഭവിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് തിരിച്ചടിക്കും. ഒരു 1000 രൂപ 2000 രൂപ കൊടുക്കാതെ എവിടെ ശരണ്യ ഒരു കൺസൾട്ടേഷൻ പോകാൻ പറ്റുന്നത്, ഒരു ഡോക്ടറെ കാണാൻ പറ്റുന്നത്, എവിടെ ഒരു ആശ്വാസത്തിനും ആരെവിടെ ആശ്വസിപ്പിക്കാനുണ്ട്? ഇവിടെ ആരെ ആശ്വസിപ്പിക്കുന്നത്? അച്ഛൻ അമ്മേനെ ആശ്വസിപ്പിക്കുന്നു, അമ്മ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ എന്താ അവിടെ വിഷയം? എന്തൊക്കെ പ്രശ്നങ്ങൾ? അൾട്ടിമേറ്റ് എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ആനന്ദമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ളതെല്ലാം അവർക്ക് കൊടുത്തിട്ട് അവസാനം നമുക്ക് കിട്ടുന്ന ചവിട്ടിത്തേക്കലാണ്, കളിയാക്കലുകളാണ്. നീ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരൊറ്റ ചോദ്യത്തിൽ നമ്മളെല്ലാവരും ഉരുകിപ്പോവും. ഒരിക്കലും ദൈവങ്ങൾ ഈ പണിക്ക് നിൽക്കില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കോ. പല അമ്പലങ്ങളും പല സ്ഥലങ്ങളും ദൈവങ്ങളുടെ രൂപവും ഫോട്ടോ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പണി കൂട്ടിമുട്ടിക്കലല്ല, ഈ പറയുന്ന വശ്യമല്ല. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂയിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം, ഈ വശ്യം എന്നൊരു കാര്യമുണ്ട്. ഈ വശ്യം നമ്മൾ പണ്ട് കാലത്ത് പറയും അവളുടെ വശ്യ സൗന്ദര്യത്തിൽ മയങ്ങി, അല്ലെങ്കിൽ വശീകരിച്ചെടുത്തതാണ്. ഇതെല്ലാം ഈ ഒരു ലെവലിലാണ് പറയുന്നത്. ഇപ്പം നമുക്ക് മണിയെ വശീകരിക്കാം, ഇത് പണത്തിനെ വശീകരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വശ്യം എന്നുള്ളത് എന്താ ശരിക്കും ഇതിൽ ഉദ്ദേശിക്കുന്നത്? ഇമാജിനേഷൻ വർക്കൗട്ട് ആവോ ഇല്ലയോ? വർക്കൗട്ട് ആവുമല്ലോ. ഇമാജിനേഷൻ എങ്ങനെ വർക്കൗട്ട് ആവുന്നു? ഇമാജിനേഷൻ ചെയ്യണം, പ്രോപ്പറായി അതിനു വേണ്ടി പണിയും എടുക്കണം. വേണം. ആ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് ആ പ്രോപ്പർ പണി എടുക്കാൻ ഉണ്ടാവുന്ന ഊർജ്ജം ഡെവലപ്പ് ചെയ്യാനാണ് ആ ചിന്തകൾ. അതായത് നമ്മളിപ്പോൾ നാളെ IPS ആവണം എന്നാണ് നമ്മുടെ ഇമാജിനേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പഠിക്കണമല്ലോ മണിക്കൂറുകളോളം. അതിന് വേണ്ട ഒരു മോട്ടിവേഷൻ അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ഡെവലപ്പ് ആവുന്നുണ്ടെന്നതിൻ്റെ അർത്ഥം. നമ്മൾ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ എന്തോ ഒരു പർട്ടിക്കുലർ എനർജി നമ്മളോട് ഡെവലപ്പ് ആവുന്നു. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും ഒന്നാക്കി വെച്ച് അതിലോട്ട് പുഷ് ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. വശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ നേരത്തെ കൈവശം ചെയ്യുന്ന പോലെ തന്നെയാണ് വശ്യം. വശ്യം പല രീതിയിലുമാണ് ചെയ്യുന്നത്. ഒന്ന് ഫോട്ടോസ് ഉപയോഗിച്ച്, ഇപ്പോൾ ഞാൻ വേണ്ടി ശരണ്യനെ വെച്ചിട്ട് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ശരണ്യയുടെ ഒരു ഫോട്ടോ വാങ്ങിക്കുന്നത്, ഒരു സ്പിരിച്വൽ മേഖലയിലാണ് കേട്ടോ പറയുന്നത്. ശരണ്യയുടെ ഒരു ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ശരണ്യയുടെ നഖമോ മുടിയോ ശരണ്യയുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് വെച്ച് ഉപാസന മൂർത്തികളെ വെച്ചിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് സോളുകളെ ഉപയോഗിച്ചിട്ടോ ഈ പറയുന്ന വ്യക്തി ആരാണോ നമുക്ക് പണം തരുന്നത്, ഇപ്പോൾ എനിക്ക് ആരാണോ പണം തരുന്നത് ആ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തിനെ വശ്യം ചെയ്ത് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മൈൻഡ് സെറ്റിനെ ഹാക്ക് ചെയ്യാന്ന് പറയും ശരിക്കും. എന്ന് പറഞ്ഞാൽ എനർജി രൂപത്തിൽ ശരണ്യയുടെ മൈൻഡ് സെറ്റ് ഹാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ശരണ്യയ്ക്ക് പർട്ടിക്കുലർ ഇമോഷൻ തന്നുകൊണ്ടേയിരിക്കും. അതായത് ഈ വ്യക്തിയാണെങ്കിൽ ഓക്കെ, ഈ വ്യക്തിനെ സ്നേഹിക്കണം, ഈ വ്യക്തി ഭയങ്കര അടിപൊളിയാണ്, ഈ വ്യക്തി സൂപ്പറാണ്, ഇങ്ങനെ പറഞ്ഞാൽ ഈ എനർജി ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ പതുക്കെ നടക്കാൻ തുടങ്ങും. അപ്പോൾ ശരണ്യ ഇങ്ങനെ ചിന്തിക്കുക, ആ വ്യക്തി എന്താണ് എനിക്ക് ചിന്തിക്കുന്നത്, ഓക്കെ ആണല്ലോ, അല്ല ഞാൻ ചിന്തിച്ച പോലെ അല്ലല്ലോ, ആ വ്യക്തി ഭയങ്കര അടിപൊളിയാണ്, ഒന്ന് സ്നേഹിച്ചേക്കാം, ഒന്ന് കുഴപ്പമില്ലല്ലേ എന്നൊക്കെ ഈ തോന്നലുകൾ വന്നു തുടങ്ങും. ആക്ച്വലി ഇതാണ് വശ്യം. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ആളിലോട്ട് പൂർണ്ണമായിട്ടും തിരിയും. മനസ്സിലാവുന്നുണ്ടോ? ഇത് എനർജി ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ. ആക്ച്വലി ഇത് എനർജിയാണ്. ഈ സാധനം എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ മൊത്തം കൊടുക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില മാർഗ്ഗങ്ങളാണ് ഈ സാധനം. ഒരിക്കലും വശ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കും ചെയ്ത് കൊടുത്ത ആൾക്കും ചെയ്യാൻ പണം കൊടുത്ത ആൾക്കും ഭയങ്കരമായിട്ട് ദോഷം സംഭവിക്കും. അത് കൈവശത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവങ്ങൾ ഈ പണിക്ക് നിൽക്കില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കോ. പല അമ്പലങ്ങളും പല സ്ഥലങ്ങളും ദൈവങ്ങളുടെ രൂപവും ഫോട്ടോ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പണി
കൂട്ടിമുട്ടിക്കലല്ല, ഈ പറയുന്ന വശ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന് ആ ലെവലിൽ പോയിട്ട് നമ്മൾ കാണരുത്. അപ്പോൾ ഇത് ചെയ്യുന്നത് മറ്റാരോ ആണ്. അതായത് നെഗറ്റീവായിട്ടുള്ള സോളുകളോ മറ്റു പല കാര്യങ്ങളാണോ, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മൂർത്തികൾ വെച്ച് ചെയ്യാം. അതായത് ഇപ്പോൾ ശരണ്യ വളരെ സുഖമായിട്ടൊരു ഫാമിലിയിൽ ജീവിക്കുക, ശരണ്യയ്ക്ക് ഒരുപാട് പണമുണ്ട്, വേറെ ഒരു അയൽക്കാരൻ വിചാരിക്കുക ആ ബന്ധത്തെ ഒന്ന് തകർത്തേക്കാം, ശരണ്യനെ അവനിലോട്ടൊന്ന് അടുപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വശ്യം ചെയ്യാം. അവനും കൃത്യമായിട്ടൊരു ഈ പറയുന്ന ഭസ്മോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുന്നുണ്ടാവും, ശരണ്യനും വശ്യം ചെയ്യും. പതുക്കെ ശരണ്യ അവനെ കാണാനും ശ്രദ്ധിക്കാനും അവനോട്ടൊരു ആകർഷണമൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങും. പതുക്കെ ഇതിലോട്ട് തിരിയും. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് പേര് ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ഇത് ഒരാളെ ഒഴിവാക്കാനും പറ്റും ഇതുകൊണ്ട്. വശ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആകർഷിക്കുക എന്നാണ്. അപ്പോൾ മണിയെ നമുക്ക് ഇങ്ങനെ ആകർഷിക്കാൻ പറ്റുമോ? പണത്തിനെ പണിയെടുക്കണം. അത് മാത്രം നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾക്ക് പണിയെടുക്കണം. എന്ത് വേണം? ബോധം വേണം. ആ ബോധം വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും നമ്മളൊന്ന് പോസിറ്റീവ് ആവണം. നമ്മൾ പോസിറ്റീവ് ആയാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ് നമ്മളൊരു പ്രവൃത്തി ചെയ്യാതെ മറ്റൊരു പ്രവൃത്തിക്ക് ഫലം ഉണ്ടാകില്ല. ശരണ്യ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പണിയെടുക്കണം. ഞാൻ കാര്യം പറ്റേ, ശരണ്യ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവാം. ശരണ്യ വളരെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു മെഡിറ്റേഷനോ ഒരു സാധനയോ ഒരു പ്രാർത്ഥനയിലേക്ക് മുഴുകി ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ശരണ്യ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ശരണ്യയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ ദൈവമായിട്ട് ശരണ്യക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊന്നും വരുന്നില്ല. ശരണ്യയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഈ ശരണ്യോട് പറയും, ശരണ്യ, ഇതിനു മുമ്പ് നടന്ന പല ബിസിനസ് പൊട്ടി തകർന്നു പോയി, അതുകൊണ്ട് നീ ഇവിടെയെങ്കിലും നീ ഒന്ന് രക്ഷപ്പെടണം എന്ന് ശരണ്യ മെഡിറ്റേഷൻ സമയത്താണ് ശരണ്യോട് പറയും. അപ്പോൾ ഈ ശരണ്യ പറയും, അവിടെ തോറ്റുപോയത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, നിൻ്റെ അലമ്പ് കാരണം കൊണ്ടാണ്. നീ കൃത്യമായിട്ട് ആവശ്യമില്ലാത്ത വള്ളികളെല്ലാം പിടിച്ച് വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഈ ബിസിനസ് നീ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചെയ്യണം. ഈ ശരണ്യ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി മെഡിറ്റേഷനും പ്രാർത്ഥന എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ ദൈവമായിട്ടൊന്നും ഒരു ബന്ധമൊന്നുമില്ല. ഇവിടെ ശരണ്യയുടെ കോൺഫിഡൻസ് ഉയർത്തുക, കഴിഞ്ഞു പോയ സമയത്ത് ഉണ്ടായിരുന്ന ശരണ്യയുടെ മിസ്റ്റേക്കുകളെല്ലാം ഈ സമയത്ത് ശരണ്യ ക്ലിയർ ചെയ്യും. അതിന് ശരണ്യ ഒരാഴ്ച ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ആ ഇരിക്കാനാണ് മെഡിറ്റേഷൻസോ പ്രാർത്ഥനയൊക്കെ ചെയ്യാൻ പറയുന്നത്. അതല്ല ശരണ്യ ദൈവമായിട്ട് ബന്ധപ്പെടാനോ ദൈവമായിട്ട് കണക്ട് ആവാനോ അല്ല ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഈ കമ്മ്യൂണിക്കേഷൻ എന്നാണോ ശരണ്യയുടെ ബോധവും തമ്മിൽ കണക്ട് ആവുന്നത്, അന്ന് ശരണ്യക്ക് ഒരു കാര്യം മനസ്സിലാവും, ശരണ്യയുടെ കുറവുകൾ എന്താണ്, മിസ്റ്റേക്കുകൾ എന്താണ്, ഇമോഷണൽ ഡാമേജുകൾ എന്താണ്, തെറ്റുകൾ എന്താണെന്ന് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈ മനസ്സിലാക്കിയ ഈ ബോധത്തെയാണ് നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഇവിടെ വേറെ ആരും വരില്ല ശരണ്യനെ സഹായിക്കാൻ. അപ്പന നമ്മൾ തന്നെ ചെയ്യണം. അതിന് ഒരു പോസിറ്റീവായ ഒരു എനർജിയുടെ സഹായം ആവശ്യമാണ്. അതിന് നമ്മൾ യൂണിവേഴ്സൽ എനർജി സ്വീകരിക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ് സംഭവിക്കുന്നത്. ഈ ഇപ്പം പറഞ്ഞ പോലെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഹിന്ദു മതത്തെ സ്വീകരിച്ചോ? ഇവിടെ സ്വീകരിക്കാനൊന്നും ഇല്ല, ജസ്റ്റ് അത് ഫോളോ ചെയ്തു നമ്മളെ മനസ്സിലാക്കി സ്വീകരിക്കാന്ന്. പിന്നെ ദീക്ഷ എന്ന് പറയുന്നത് വേറൊരു സെഗ്മെന്റാണ്. ആക്ച്വലി ഹിന്ദു മതം നമ്മൾ ഈ പറയുന്ന രീതി അല്ല, അത് വേറെ രീതിയാണ്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കുരിശിട്ട ഒരാള് എന്നുള്ളൊരു ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ, കുരിശിട്ട ചന്ദനക്കുറി തൊട്ട് അങ്ങനെ ഒരു അച്ഛനുണ്ട്, മനോജ് അച്ഛൻ, ഫാദർ മനോജ്, ശബരിമലയിൽ പോകുന്ന മനോജ് അച്ഛൻ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാം സ്പിരിച്വാലിറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ ഒരു എനർജി ഉണ്ട്, ആ എനർജിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, നമ്മുടെയൊക്കെ മനസ്സിൽ. ഈ തോട്ട്സിനെ എങ്ങനെയാണ് നമുക്ക് ഈ എനർജി വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അത് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ സ്ട്രെയിറ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നത്? ഓക്കെ ശരണ്യ, എന്തോ നമ്മളെ എല്ലാവരും മാനസിക രോഗികളെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ മാനസിക രോഗം നമുക്ക് വന്നത് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കാരും നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നാട്ടുകാരും ബന്ധുക്കാരിൽ നിന്നാണ് നമുക്ക് ഈ മാനസിക പ്രശ്നം നമുക്ക് ഉടലെടുത്തത്. അവരുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സും അവരുടെ ഇറിറ്റേഷനും അവർ കടന്നു പോയിട്ടുള്ള അഴുക്കുകളും മുഴുവനും ചെറിയ പ്രായത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് തോന്നുന്ന കുഞ്ഞുങ്ങളെ ഇവർ കണ്ടെത്തി ഇവരിലോട്ട് അങ്ങ് പുഷ് ചെയ്യും. പൊതുവെ പല വീടുകളിലും കുഞ്ഞുങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അച്ഛനമ്മയും സ്ട്രോങ് അല്ലയോ, നാട്ടുകാർ ചവിട്ടി അരയ്ക്കും, ബന്ധുക്കാരെടുത്ത് അങ്ങ് ഉടുക്കും ഈ കുഞ്ഞുങ്ങളെ. അവരുടെ മക്കളുമായിട്ട് കമ്പയർ ചെയ്യും, ബോഡി ഷെയ്മിങ്, കളർ ഷെയ്മിങ് തൊട്ടിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അത് മുഴുവനും കൊടുത്ത് നശിപ്പിച്ച് കളയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഇതിനിടയിൽ. ഇത്തരത്തിലുള്ള ഇഷ്യൂസിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരാജയങ്ങളായിരിക്കും. കാരണം പരാജയമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സുകൾ മുഴുവനും എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനെ സേവാക്കി വെക്കുകയും കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇത് സൈക്കോസൊമാറ്റിക് പോലുള്ള പല അസുഖങ്ങളിലോട്ട് ഇത് കൺവേർട്ട് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുവേദന, കൈവേദന, കഴുത്തുവേദന, വയറുവേദന തുടങ്ങിയുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാൻ തുടങ്ങും. ഈ അസുഖങ്ങളൊന്നും മരുന്ന് കഴിച്ചാൽ മാറില്ല, കാരണം ഇത് നമ്മുടെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇതിനെ കൃത്യമായിട്ട് മാറ്റണമെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ആവണം. നമ്മൾ ഫ്രീ ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സന്തോഷം വേണം. അപ്പം നമ്മളെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ആരുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മളിലോട്ട് തിരിയും.
നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ഈ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നതിന് തുല്യമാണ്. ശരണ്യ സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം ശരണ്യയുടെ അമ്മയ്ക്കില്ല. തീർച്ചയായും അപ്പുറത്തോട്ടൊന്നുമില്ല. മനസ്സിലായി, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ആവാത്താണ് നമ്മുടെ കൂടെ നടക്കുന്ന ആളുടെ ഏറ്റവും വലിയ സങ്കടം. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കാര്യമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന മെഡിറ്റേഷൻ എനർജി മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ്റെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് ആദ്യം സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് പഠിപ്പിക്കും. അവരെന്താണെന്ന് പഠിപ്പിക്കും. അടുത്ത നിമിഷം അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കും. അതിനുശേഷം അത് കൈവശമാവട്ടെ, വശ്യമാവട്ടെ, എന്ത് തരത്തിലുള്ള മന്ത്രങ്ങളാവട്ടെ, എന്ത് തരത്തിലുള്ള ഇഷ്യൂ ബാധിച്ചവരാവട്ടെ, കൃത്യമായ മെഡിറ്റേഷൻസ് കൊടുത്ത് ശരണ്യയുടെ എനർജീനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ എനർജീനെ ഡെവലപ്പ് ചെയ്ത് ഞാൻ പറയുന്ന പ്രോസസ്സുകളിലൂടെ ഇവരെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം 2 മാസം കഴിയുമ്പോഴേക്കും ഇവർ ഇമോഷണലി വീക്കാവാൻ തുടങ്ങും, കരയാൻ തുടങ്ങും, ഇഷ്യൂ വരാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം നമുക്ക് വേണ്ടി ഒരു ഡെയിലി 2 മണിക്കൂർ ചിലവാക്കിയാൽ മാത്രമേ 2 മാസം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എവിടെ നിൽക്കണമെന്ന്. ശരണ്യ നമുക്ക് വേണ്ടി നമ്മൾ സമയം ചിലവാക്കുന്നില്ല. ശരണ്യ നമ്മൾ ചിലവാക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലവാക്കുന്ന നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചിലവാക്കുന്ന നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരണ്യയ്ക്ക് വേണ്ടിയിട്ട് ശരണ്യ 1 മണിക്കൂർ പോലും മാറ്റി വയ്ക്കുന്നില്ല. ശരണ്യയ്ക്ക് ആ 1 മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുമോ, ശരണ്യയ്ക്ക് അത്രയും പ്രശ്നങ്ങളുണ്ട്, അത്രയും ദുഃഖങ്ങളുണ്ട്. ശരണ്യയ്ക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നില്ല. ആ 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. 24 മണിക്കൂറിൽ 23 മണിക്കൂർ എന്തും ചെയ്യും ശരണ്യ. 1 മണിക്കൂർ എന്തുകൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല? കാരണം നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സങ്കടങ്ങളും ആ 1 മണിക്കൂർ നമ്മൾ അസ്വസ്ഥമാക്കും. ഈ പറയുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ സാധനത്തെ നമുക്ക് പേടിയാണ്. നമ്മുടെ ഉള്ളിൽ വളരെ പേടിക്കുന്ന ഒരാളുണ്ട്. ആ പേടിക്കുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നാട്ടുകാരെയോ അല്ലെങ്കിൽ ലോകത്തെയോ ഒന്നുമല്ല, നമ്മളെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെയാണ് നമ്മൾ പേടിക്കുന്നത് മുഴുവനും. എൻ്റെ മെഡിറ്റേഷനിൽ കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവന്ന് ഈ ഇഷ്യൂസിനെ ഇവരെയും കൊണ്ട് പിക്ക് ചെയ്യിപ്പിക്കുകയും ആ ഇഷ്യൂസിനെ എനർജി ലെവൽ ട്രീറ്റ്മെൻറ്റ് 3 മാസം പ്രോഗ്രാമാണ്. എനർജി ലെവലിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതിനെ റിക്കവർ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ എനർജി നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസിലിരിക്കുന്ന എല്ലാ സാധനത്തിനെയും പിക്ക് ചെയ്ത് കൊണ്ടുവരുന്ന മുദ്രകളും മെഡിറ്റേഷൻ ടെക്നിക്കുകളും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ മെഡിറ്റേഷനകത്ത്. കൃത്യമായിട്ട് അതിനെ പിക്ക് ചെയ്ത് കൊണ്ടുവരും. സൊല്യൂഷൻ കാണണം. അതായത് ശരണ്യനെ ചെറുപ്പത്തിൽ ഒരുത്തൻ തെറി പറഞ്ഞു, അതാണ് ശരണ്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചിന്തിക്കുക. ഇപ്പോൾ നോർമലായിട്ട് ഇരിക്കുമ്പോൾ ശരണ്യയ്ക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ, ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും തോന്നുന്നത്. എന്നാൽ ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ശരണ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, അവന് ബോധമില്ല. ഇത് അന്ന് ചിന്തിച്ച പ്രശ്നം അറിയാനേ. അന്ന് നമ്മളത് ഈഗോ ആയിട്ട് എടുത്തു. അന്ന് നമ്മൾ വിചാരിച്ചു നമുക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ആരോ ഒന്ന് തെറി പറഞ്ഞുകൊണ്ട് പോയി. നമുക്ക് ചോദിക്കാനും പറഞ്ഞാൽ ആരും ഉണ്ടായെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം സോൾവ് ആയേനെ. എനിക്ക് ചോദിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു എന്ന് തൊട്ട് 100 കൂട്ടം നമ്മുടെ കഴിവുകേടുകൾ നമ്മൾ കൊണ്ടുവന്ന് ആ മെൻ്റലുള്ള ഒരുത്തനുമായിട്ട് ചേർത്ത് വെച്ചേക്കാം. മനസ്സിലാവില്ല. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന് മാനസികമായ പ്രശ്നമാണ്. അവന് മാനസികമായ പ്രശ്നത്തിൽ അവനെപ്പോലും നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങളല്ല നമ്മുടെ യഥാർത്ഥ പ്രശ്നം. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതം ജനിച്ച നാൾ മുതൽ മരണം വരെ നമ്മളെ പിന്തുടരുന്ന ഒന്നാണ്. പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കാണാൻ പഠിക്കുക. പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്തിയാൽ പ്രശ്നങ്ങളല്ല, അതൊരു ചെറിയൊരു അവസ്ഥ മാത്രമാണ്. ഇപ്പം നാളെ ഇപ്പം ശരണ്യ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ശരണ്യക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളാണെന്ന് എന്ന് ശരണ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അന്ന് മുതൽ ശരണ്യ വലിയ ഏതോ ഒരു പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരാളായിട്ട് തോന്നും ശരണ്യക്ക് സെൽഫായിട്ട്. പ്രശ്നങ്ങളെ മാറ്റി നിർത്തുക, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്കൊരു പ്രശ്നം വരുന്നു, ഭർത്താവിനൊരു പ്രശ്നം വരുന്നു, കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം വരുന്നു, സാമ്പത്തികമായിട്ടൊരു പ്രശ്നം വരുന്നു. ഓക്കെ, സൊല്യൂഷൻ. ഇവിടെ 10 സൊല്യൂഷൻ കൊടുത്തു, പ്രശ്നം തീർന്നു. ഈ സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഓക്കെ ആയിട്ടിരിക്കണം. ഈ നമ്മളെ ഓക്കെ ആക്കാനാണ് ഞാൻ ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകും എന്ന് പറയുന്നത്. ആക്ച്വലി പ്യൂർ സൈക്കോളജിയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ അത് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് തന്നെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, അതെന്താ സംഭവം? കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് ഒന്നുകിൽ 2 മനുഷ്യർ തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട് ഇതിൻ്റെ അകത്ത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടും, ബന്ധനം ചെയ്യും നമ്മൾ. അതായത് ഇപ്പോൾ ശരണ്യ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ശരണ്യ എന്നോട് ശത്രുത ചെയ്ത അല്ലെങ്കിൽ എന്നെ ദ്രോഹിച്ച ഒരാളാണെങ്കിൽ കൃത്യമായിട്ടുള്ള 7 ദിവസത്തെയോ 14 ദിവസത്തെയോ ഉപവാസങ്ങൾ എടുത്തിട്ടോ പ്രാർത്ഥന ചെയ്തിട്ടോ മന്ത്രങ്ങൾ ജപിച്ചിട്ടോ ശരണ്യനെ ധാരണ ചെയ്ത് അത് വാഴപ്പിണ്ടിയിലോ മറ്റേതെങ്കിലും ആൾ രൂപത്തിലോ കൃത്യമായിട്ട് കൂട്ടിക്കെട്ടി ഒന്നെങ്കിൽ മരിക്കേണ്ട അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിക്കുകയോ അതല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കേണ്ട ഒരു പോയിന്റിലോട്ട് ശരണ്യനെ കൊണ്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന പർട്ടിക്കുലർ ബിസിനസ്സിനകത്ത് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലോട്ടായി പോകും. അതായത് നമ്മൾ കൂട്ടിക്കെട്ടൂലേ, ഇങ്ങനെ പോകും. നമുക്ക് മുന്നോട്ടൊരു കാലെടുത്ത് വെക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ നമ്മുടെ കൂടെയുള്ള
നമ്മൾ പറഞ്ഞു വിട്ടിരിക്കുന്ന എനർജീസോ ഈ പറഞ്ഞ ഉപാസനമൂർത്തികളോ അനുവദിക്കില്ല. ആ വ്യക്തിനെ കൂട്ടിക്കെട്ടിക്കളയും. ഇങ്ങനെ കൂട്ടിക്കെട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫ്രസ്ട്രേഷൻ അടിക്കും, മാനസികമായി ബുദ്ധിമുട്ടിൽ വരും, ഒരു പക്ഷേ ആ വ്യക്തി സൂയിസൈഡ് ചെയ്യും. മനസ്സിലാവുന്നില്ല? ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശാപം കിട്ടുന്ന കാര്യങ്ങളാണ്, ചെയ്യാനേ പാടില്ല. മനസ്സിലായി? നമ്മൾ ഒരാളുടെ ജീവിതം തകരാനോ തരിപ്പണമാവാനോ നമ്മൾ ശ്രമിക്കാനേ പാടില്ല. തകർന്ന് തരിപ്പണമായോ ഇതിനെയാണ് കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് 2 കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം. ഒന്നൊരു മാരണക്രിയ എന്ന് പറയുന്നുണ്ട്, പിന്നെ ഈ സെക്ഷൽ പൊസഷൻ. ഇത് രണ്ടും ഞാൻ കേട്ടിരുന്നു, അതെങ്ങനെയാണെന്ന് പറയോ? ഓക്കെ, രണ്ടാണ്. മാരണക്രിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മാരണക്രിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അവൻ്റെ തലയിലോട്ട് പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തി നമ്മൾ കൊടുക്കും. നമ്മളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഈ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ വിളിച്ചു വരുത്തി കൊടുക്കും. ദുർമന്ത്രവാദ കാറ്റഗറിയിലാണ് ഇത് പെടുന്നത്. ഇത് എനർജി രൂപത്തിൽ തന്നെ ചെയ്യുന്നത്. ഈ പറയുന്ന നെഗറ്റീവായ സോളുകൾ ഉപയോഗിച്ചിട്ടാണ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ശരണ്യ കൃത്യമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, സക്സസ്ഫുള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ചിലപ്പോൾ വീട്ടിൽ ജീവിക്കുന്ന ഒരാളാവാം. ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ബന്ധുക്കാരാണ് കേട്ടോ. ബന്ധുക്കാരോ വീട്ടുകാരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. കൃത്യമായ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ കൊടുക്കുന്ന മഞ്ഞളും ഇത്തരത്തിലുള്ള തേനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അർപ്പിച്ചതിന് ശേഷം ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ മാരണം ആയിട്ടുള്ള ക്രിയ ചെയ്തു വെക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ആ വ്യക്തി എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തടസ്സം വരാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുക, ഒരു ലോൺ എടുക്കുക, എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും, തടസ്സമായിരിക്കും. അവിടെ മാരണം വരും. അടുത്ത നിമിഷം കുടുംബജീവിതത്തിൽ അവിടെയും ഫുൾ തടസ്സം വന്ന് അവസാനം തകർന്ന് തരിപ്പണമായി ഗതി കിട്ടാതെ കിടന്ന അലയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ദ്രോഹിക്കാനുള്ള ഒരു അനുവാദവും ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ഉപാസനമൂർത്തികൾ വെച്ചിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് സോളുകൾ ഉപയോഗിച്ചിട്ടോ നമ്മൾ മറ്റൊരു മനുഷ്യനെ ദ്രോഹിക്കാനോ ആ വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനെന്തെങ്കിലും വൈകല്യങ്ങളോ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എന്താണോ ആ വ്യക്തി അനുഭവിച്ച വേദനയും സ്ട്രഗിളും അതിൻ്റെ 10 ഇരട്ടി നമ്മളും നമ്മുടെ 7 തലമുറയെ അനുഭവിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് തിരിച്ചടിക്കും ഈ സാധനം. നമുക്ക് ഭയങ്കര രസമായിരിക്കും ഈ സാധനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തുടക്ക സമയത്ത് ഇതൊക്കെ ഭയങ്കര രസകരമാണ്. സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ ശരണ്യയുടെ വീട്ടിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ മാരണക്രിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ വീടിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു സോളിന്, ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിക്ക് എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ ലഭിക്കുന്നത് ശരണ്യയുടെ ശരീരത്തിലൂടെയാണ് കണക്റ്റ് ആവുന്നത്. ശരണ്യയാണ് അവിടെ പോയി നിന്ന് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ശരണ്യയിലോട്ട് ആദ്യം കണക്റ്റ് ആവുന്നു. ശരണ്യയിൽ നിന്നും ശരണ്യയ്ക്ക് വേണ്ടപ്പെട്ട ആളിലോട്ടാണ് ഈ എനർജി കണക്റ്റ് ആവുന്നത്. ഈ എനർജി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എവിടെയും പോവില്ല, അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് ഈ എനർജി അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി, ശാരീരികമായിട്ട് പ്രശ്നം, മാനസികമായിട്ട് പ്രശ്നം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവസാനം ശരണ്യനെ ഒരു അടിമയാക്കി മാറ്റും. ഈ എനർജി ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ അടിമയാവണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതുവരെ നമ്മൾ സെൽഫായിട്ടായിരിക്കും ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ മറ്റുള്ള ഇഷ്ടങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടുത്ത നിമിഷം മുതൽ ശരണ്യല്ല ചിന്തിക്കുന്നത്. ശരണ്യയോട് മറ്റൊരാൾ പറയാം, അത് ചെയ്തോ, ഇത് ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇത് പറഞ്ഞ് വിശ്വസിക്കില്ല ശരണ്യ. ഇത് എന്താണ് സംഭവിക്കുന്നത്? എനർജി രൂപത്തിലുള്ള ഒരു എനർജി ഫോർമേഷന് നമുക്ക് ഇത്തരത്തിലുള്ള സജഷൻസ് തരാൻ പറ്റും, നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. പല ആളുകളും വളരെ സന്തോഷമായിട്ട് സ്നേഹത്തോടെ ഇരിക്കുന്നു, അവർ നേരെ പോയിട്ട് തൂങ്ങി മരിക്കുന്നു. എന്തായിരിക്കും അതിനിടയിൽ ആ സെക്കൻഡുകൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നത്? ഡിപ്രഷനില്ലാത്ത ആളും തന്നെ വിചാരിക്കും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇവരെപ്പോഴും പുഷ് ചെയ്യും. അത് നീ മരിക്കുക, നീ എന്തിനാ ജീവിക്കുന്നത്, നീ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല, പരാജയമല്ലേ, മരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോയി മരിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്, അങ്ങനെ പോയിട്ട് പല രീതിയിലുള്ള അപകടങ്ങളെ പറ്റി എത്ര പേരുണ്ട്. എൻ്റെ ക്യാമ്പിൻ്റെ അകത്ത് ഈ പൊസഷൻ അടിക്കുന്നുണ്ട്, ആളുകൾക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്, അവർക്ക് ഓർമ്മയില്ല അവരെന്താ ചെയ്തതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അത് എന്ത് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ അവർ ചീത്ത പറയും, തെറി വിളിക്കും, മറ്റു പല കാര്യങ്ങളും ചിലപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ വരും. 3, 4, 5 പേര് കൂടി പിടിച്ചിട്ടാണ് അവർ പിടിച്ചു നിർത്തുന്നത്. അതായത് ആ കണ്ടീഷനിലോട്ട് പോകുമ്പോൾ അവർക്ക് ഓർമ്മയില്ല. അവർ ഹൈ പ്രൊഫഷണലായ ആളുകളാണ്. പോലീസുകാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഈ അവസ്ഥ അനുഭവിക്കുന്ന ഇപ്പം ശരണ്യ ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, എത്ര പേരാണെന്ന് പറയുമ്പോൾ വരുന്നത് ശരണ്യ. ഇവർക്കൊക്കെ എന്ത് പറ്റുന്ന ഡോക്ടേഴ്സ് എത്ര പേരാ? എനിക്കിപ്പോൾ ഞാൻ 30 രാജ്യങ്ങൾക്ക് മുകളിൽ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, ISROയിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളെ ഞാൻ കാണിച്ചു തരാം എൻ്റെ ക്ലയൻസ് ആയിട്ടിരിക്കുന്നത്. ഇത് അന്ധവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു അനുഭവം വരാത്ത സമയം വരെയും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് കെട്ടുകഥകളെ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു കഥാരൂപത്തിലാവുള്ളൂ. നമുക്കിത് അനുഭവം വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ബാലരമയിൽ വായിച്ചിരിക്കുന്നത് അത്ഭുതകരമായ കഥകളൊക്കെ മാറ്റി നിർത്തും. ഇതിനിടയിൽ ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മളിത് അനുഭവിക്കാത്ത പക്ഷം വരെ ഞാൻ പറയുന്നത് ഒരു തള്ളായിട്ടോ ഒരു കള്ളത്തരമായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സെക്ഷൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി,
സെക്ഷൽ പൊസഷൻ എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റിയിലൂടെ കണക്ട് ചെയ്തു പോകുന്ന എനർജി രൂപങ്ങളെയാണ് നമ്മൾ സെക്ഷൽ പൊസഷൻ എന്ന് പറയുന്നത്. പൊസഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മളെ മറ്റൊന്ന് നിയന്ത്രിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ മറ്റൊന്ന് നമ്മളല്ലാതെ എക്സ്റ്റേണൽ ഒരു പവർ നിയന്ത്രിക്കുന്നു. ശരണ്യ, എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് ഒരാളെന്നെ വിളിക്കാം. എന്നെ ആൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു, സാറേ എനിക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് ഒരുപാട് ഇഷ്യൂസ് വന്ന് കയറിക്കൊണ്ടിരിക്കുക, ഞാൻ ജോലി നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ആദ്യം തർക്കിച്ചു, ഇല്ല എന്ന്. ഞാൻ പറഞ്ഞില്ല, ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ട്. പുള്ളി സമ്മതിക്കുന്നില്ല, അവിടെ ഈഗോ സമ്മതിക്കുന്നില്ല സമ്മതിക്കാൻ. അവസാനം പുള്ളി പറഞ്ഞു, ശരിയാണ്, എനിക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയറുമായിട്ട് ഒരു ലേഡീനെ ഞാൻ പരിചയപ്പെട്ടാണ്, ആ ലേഡിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറ്റി? മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നെഗറ്റീവായ എനർജികളുണ്ട്, നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതൊന്നെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാവാം, അതല്ലെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വച്ചാരാധനയോ ഉപാസന മൂർത്തികളെ പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന പ്രശ്നമായിരിക്കാം. ഈ പ്രശ്നങ്ങളെല്ലാം വന്നു കിടന്ന്, അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങളാണ്, കർമ്മങ്ങളാണ് ഒരുത്തനെ ഉപദ്രവിക്കുക, ഒരുത്തൻ്റെ ജീവിതം തകർത്ത് ചവിട്ടി അരച്ച് കളയുക എന്ന് വേണ്ട. ഒരാളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ മുഴുവനും ചവിട്ടി അരച്ചാൽ ആ വ്യക്തിയിൽ നിന്ന് കടന്നു വരുന്ന നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ നിൽക്കും. ഈ സാധനത്തിന് നമുക്ക് മറ്റൊരു ബോഡിയിലോട്ട് കൊടുക്കാൻ പറ്റും. ആ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ഈ വ്യക്തിയും തമ്മിൽ സെക്ഷുവലി ബന്ധപ്പെടണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും ചെയ്തിരിക്കുന്ന ദോഷങ്ങളോ പാപങ്ങളോ നമ്മൾ മക്കൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ തമ്മിൽ ഈ സെക്ഷുവലി ബന്ധപ്പെട്ട് ഉണ്ടായ മക്കളാണ് നമ്മൾ. ആ രക്തബന്ധം നമുക്കുണ്ട്. ഈ രക്തബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന എനർജികൾക്ക് നമ്മളുമായിട്ട് കണക്ട്, ഈ ശാപത്തിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലർ പറയുന്നത് 7 തലമുറ വരെ അപ്പൂപ്പൻ ചെയ്തിരിക്കുന്ന ആ കർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്. ഒരുപാട് തറവാടുകളുണ്ട് അതുപോലെ നശിച്ചു പോയ, അതായത് ഗതി കിട്ടാതെ നശിച്ചു പോയിരിക്കുന്ന തറവാടുകൾ ഒരുപാടുണ്ട്. കാരണം ഈ ശാപം നിൽക്കുന്നതുകൊണ്ടാണ്. അതൊരു പക്ഷേ പാവപ്പെട്ട അടിയാൻ പെണ്ണുങ്ങളുടെ ആവാം, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ആവാം, കുഞ്ഞുങ്ങളുടെ ആവാം, മനുഷ്യരുടെ ആവാം, ആരുടെ വേണമെങ്കിലും ആവാം. ഇങ്ങനെ ഒരു ശാപം മറ്റൊരു മനുഷ്യനെ നമ്മൾ ചവിട്ടി അരയ്ക്കുകയോ മരണത്തിലോട്ട് തള്ളിവിടുകയോ ചെയ്താൽ ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജ പ്രവാഹം നമ്മുടെ ഓറയിൽ അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ മുന്നോട്ടുള്ള അബണ്ടൻസിനെയും നമ്മുടെ ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളെയും ബാധിക്കാൻ തുടങ്ങും. ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ശാപമാണ് ഞാനീ പറയുന്നത്, ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു പക്ഷേ ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് കരുതുക. ഈ പുരുഷന്മാർ മുഴുവനും ഇവരുടെ ശരീരത്തുള്ള മുഴുവനും നെഗറ്റീവായ ഊർജ്ജത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ സ്ത്രീയിലാവാം. മനസ്സിലാവുന്നില്ല? കാരണം ഈ സ്ത്രീക്ക് ഒരു പക്ഷേ അങ്ങനത്തെ ഒരു കഴിവുണ്ടാവായിരിക്കാം. ചില ആൾക്ക് അങ്ങനെയാണ്, വഴിക്കൂടെ നമ്മുടെ നെഗറ്റിവിറ്റി മുഴുവനും പിടിച്ചിങ്ങനെ വെക്കും. ചില ആളുകൾ ചിലപ്പോൾ പോസിറ്റിവിറ്റി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചില മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീയുടെ അടുത്ത് മറ്റൊരു പുരുഷൻ വന്ന് കഴിയുമ്പോൾ ഈ സ്ത്രീയിൽ നിന്നുള്ള എനർജി നേരെ ഇങ്ങോട്ട് കൺവേർട്ട് ആവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പുരുഷൻ നേരെ വീട്ടിലോട്ട് പോകും. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതൊക്കെ ഒരു അസുഖം വന്നു കയറും. അസുഖത്തിന് ശേഷം പിന്നീട് ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, വീട്ടിൽ ഭാര്യയ്ക്ക് പ്രശ്നം, ഭാര്യയിലോട്ട് കൺവേർട്ടായി ഭാര്യയുമായിട്ടുള്ള സെക്ഷുവാലിറ്റിയിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തെ ബാധിച്ചു തുടങ്ങി, കുഞ്ഞുങ്ങൾക്ക് ഓർമ്മ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. എന്ന് വേണ്ട, ഒരാഴ്ച മുൻപ് എന്തായിരുന്നോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം, പോസിറ്റിവിറ്റി, അത് മുഴുവനും കട്ടായിട്ട് നേരെ നെഗറ്റിവിറ്റിയിലോട്ട് കൺവേർട്ട് ആവാൻ തുടങ്ങും. ആ വീട് എന്ത് ചെയ്താലും മാറില്ല. എന്നാൽ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് സെക്ഷൽ പൊസഷൻ. എന്നാൽ സെക്ഷുവാലിറ്റിയിലൂടെ നെഗറ്റീവായ ഊർജ്ജത്തെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഈ സെക്ഷൽ പൊസഷൻ എന്ന് പറയുന്നത്. ഈ സെക്ഷൽ പൊസഷൻ ഒരു പക്ഷേ നെഗറ്റീവ് സോളുകളാവാം, നെഗറ്റീവ് എനർജികളാവാം, നെഗറ്റീവ് എൻറ്റിറ്റികളാവാം. ഇതെല്ലാം എൻ്റെ ഡിഫറൻ്റ് ആണ്. ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ആകെ തുകയാണ് നമ്മൾ ഈ പറഞ്ഞ സെക്ഷൽ പൊസഷൻ. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് അറിയ പോലുമില്ല. നമ്മുടെ സാമ്പത്തികം ചോരുന്നുണ്ടോ, നമുക്ക് കഷ്ടപ്പാട് വരുന്നുണ്ടോ? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, കഷ്ടപ്പാട് എല്ലാവർക്കും ഉള്ളതല്ലേ? ആണ്. ഒരു കഷ്ടപ്പാട് വരുന്നതിനെ പറ്റിയിട്ടല്ല ഞാനീ സംസാരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. കടം, ആർക്കാ കടമില്ല? അത് അംബാനിക്ക് വരെ കടമുണ്ട്. അതിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് ശേഷം ഒരു പാറ്റേൺ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നമ്മൾ പണിയെടുക്കുന്നു, മാസാവസാനം പണിയെടുത്ത് പൈസ കിട്ടുന്നതിന് മുമ്പ് ഒരു അസുഖം വരുന്നു, പൈസ കിട്ടുന്നതിന് മുന്നേ ഒരു അപകടം വരുന്നു, പൈസ കിട്ടുന്നതിന് മുന്നേ കുഞ്ഞ് ആശുപത്രി പോകുന്നു, പൈസ കിട്ടുന്നതിന് മുമ്പ് ഭാര്യ ആശുപത്രി പോകുന്നു. ഇനി ഭർത്താവിനൊരു പ്രശ്നമില്ലെങ്കിൽ ഭാര്യയ്ക്കരിക്കും അസുഖം, ഭാര്യയ്ക്കൊരു പ്രശ്നമില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കരിക്കും അസുഖം, അല്ലെങ്കിൽ വീട്ടിൽ അടിപിടി, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മുഴുവനും പ്രശ്നങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇത് നമ്മളെടുത്ത് നോക്കുമ്പോൾ 10 വർഷം മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്.
ഇത് കണ്ടിന്യൂ ആണ്. ഞാൻ പാറ്റേൺ മനസ്സിലായോ? ഈ പാറ്റേൺ ആണ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കിയോ നിങ്ങളൊരു മോശപ്പെട്ട കണ്ടീഷനിൽ ജീവിക്കുന്നത്. അതല്ല, ഇത് വല്ലപ്പോഴൊക്കെ വരും, ഒരു കടം വരും, വന്ന് പോകും, അതെല്ലാവർക്കും നോർമൽ. അതിനെ പറ്റിയല്ല പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു കണ്ടീഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അത് ഇതുകൊണ്ടാണ്. അതിന് നിങ്ങൾ പൂജകളോ മന്ത്രങ്ങളോ പള്ളിയിലോ അമ്പലത്തിലൊന്നും പോയി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഒരു കാര്യമില്ല. പോവരുന്നല്ല ഞാൻ പറയുന്നത്, പോകണം. പക്ഷേ നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ എനർജീനെയും ക്ലിയർ ചെയ്യേണ്ട പ്രോസസ്സുകൾ ചെയ്തതിന് ശേഷം വേണം പള്ളിയിലും അമ്പലത്തിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. ഇതിനെയാണ് നമ്മൾ സെക്ഷൽ പൊസഷൻ എന്ന് വിളിക്കുന്നത്. റോജി, ജീസസ് ക്രൈസ്റ്റ് കാണിച്ചു തന്ന ഗുരുവാണോ ഇതെന്നാണോ ബിലീവ് ചെയ്യുന്നത്? അതെ, കാരണം എനിക്ക് മൊത്തം ഒരു ഗൈഡൻസ് തന്നുകൊണ്ടിരുന്നത് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വരില്ല. ശരണ്യ, എനിക്ക് ഒരു അഭിമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 3 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 200-240 സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ പുറത്ത് കിടക്കാൻ പറ്റുന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം എനിക്ക്. അതിനകത്തൊരു 1000-600 പേരോളം ഡിപ്രഷൻ അനുഭവിക്കുന്ന മനുഷ്യരായിരുന്നു, ഇൻ്റർനാഷണൽ ആളുകളായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് ഇതിലോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കിടന്നുറങ്ങുന്ന നിസ്സാരം മണിക്കൂറുകളാണ്. അതും പണം വാങ്ങിച്ചും ചെയ്യുന്നുണ്ട്, പണം ഇല്ലാത്തവൻ്റെ ഞാൻ വാങ്ങാറുമില്ല. 1 രൂപ ഞാൻ വാങ്ങിക്കും. ദക്ഷിണ നമ്മൾ വാങ്ങണം, ഇല്ലെങ്കിൽ നമുക്ക് ആ കർമ്മം നമുക്ക് തിരിച്ചടിക്കും. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഭയങ്കര സന്തോഷം. ശരണ്യ, ഞാൻ ഈ സ്പിരിച്വൽ വേഷം കെട്ടിയിട്ട് എത്ര നാൾ എനിക്ക് ഓടാൻ പറ്റും? എനിക്ക് എത്ര നാൾ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. ഞാൻ തട്ടിപ്പാണ് അല്ലെങ്കിൽ പറ്റിപ്പാണെന്നൊക്കെ പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു മേഖലയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എനിക്ക് എത്ര നാളിങ്ങനെ ചെയ്യാൻ പറ്റും? എൻ്റെ അടുത്ത റിസൾട്ടിന് വരുന്ന ഇപ്പോൾ 6ാമത്തെ 7ാമത്തെ ക്യാമ്പായി, ഏകദേശം 600-700 പേര് ക്യാമ്പ് കഴിഞ്ഞു. കൺസൾട്ടേഷൻ പോകുന്നത് വേറെ. ഇതെല്ലാം എൻ്റെ ഡിഫറൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ശരണ്യ, ഇത് എൻ്റെ കഴിവല്ല. ഞാൻ സ്പിരിച്വൽ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ സ്പിരിച്വാലിറ്റി എൻ്റെ ബോധമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ എൻ്റെ ഉള്ളിലുള്ള ഈശ്വരനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള രൂപത്തെ ക്ലിയർ ചെയ്യാതെ, എൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെ മാറ്റാതെ എനിക്ക് ഒരിക്കലും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ കാണുന്നതല്ല എന്നെ തന്നെയാണ്. മനസ്സിലാവുന്നില്ല? എന്നിലൂടെ എനിക്കത് സാധ്യമാക്കാൻ പറ്റുള്ളൂ. അതല്ല എൻ്റെ ഈശ്വരൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കില്ല. എനിക്ക് തുണയായിട്ടും എനിക്ക് സപ്പോർട്ടായിട്ടും എൻ്റെ ഉപാസനമൂർത്തികളെല്ലാം എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഇത് ചെയ്യുന്നത് ഞാനല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഓരോ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും ശരണ്യക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ പറയുന്ന ഒരു വാക്ക് പോലും ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതോ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതല്ല. ആ പറയുന്ന പോയിന്റിൽ ഞാനല്ല സംസാരിക്കുന്നത്. എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയില്ല. എനിക്ക് ഈ ദേവതകളെ പറ്റി അറിയില്ല, കൃഷ്ണനെ പറ്റി അറിയില്ല, ഈ അമ്പലങ്ങളുമായി പൂജകളെ പറ്റി എനിക്കറിയില്ല. ഇതൊന്നും പറ്റി എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ വിഷയത്തെപ്പറ്റി ഓർമ്മയില്ല. ഞാൻ പലപ്പോഴും വീട്ടിൽ ചെന്ന് TV കാണുമ്പോൾ ആലോചിക്കും, ഇതെങ്ങനെ ഞാൻ പറയുന്നു, എനിക്കറിയില്ല. എന്നിലൂടെ മറ്റെന്തോ പ്രവർത്തിക്കുന്നു, അത് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഞാൻ ബിലീവ് ചെയ്യുക മാത്രമല്ല, എന്നിലോട്ട് വരുന്ന ആളുകളും എന്നോട് സംസാരിക്കാനും വരാനും എൻ്റെ അടുത്ത് ഈ കൺസൾട്ടേഷൻ വരുന്ന ആളുകൾക്കെല്ലാം ആ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മറ്റെന്തോ സംഭവിക്കുന്നു. ഞാനും എൻ്റെ ബോധത്തിൻ്റെയും ഇടയിൽ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ഞാൻ ശിവനെ കണ്ടൊരു കഥ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ കൈലാസത്തിൽ പോയതും ശിവൻ്റെ ഭഗവാനെ കാണുന്നതും ഭഗവാൻ എനിക്ക് തരുന്ന ഒരു ഗിഫ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നുണ്ട് കഥ. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ മിറാക്കിൾസ് തന്നെയാണ്. അത് ഞാനായിട്ട് പറയുന്നതല്ല, എൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഈശ്വരനുമായിട്ടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഹീലിങ്സ്, ഇവിടെ ഞാനെന്ന വ്യക്തി ഒരു ഉപകരണം മാത്രമാണ്. ശരണ്യ, എനിക്കിത് ചെയ്യാനുള്ള കഴിവില്ല. ഞാൻ ഈ കഞ്ഞിയും കുടിച്ച് കൂട്ടുകാരുടെ എന്തെങ്കിലും തമാശകൾ പറഞ്ഞ് നടക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് റോജിൻ എന്ന് പറയുന്ന ബോധം എനിക്കിവിടെ ഇല്ല. എന്നെ കൊണ്ട് ഇത് ചെയ്യാനും പറ്റില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഈ മാലയും ഇട്ട് ഈ ഇത്തരത്തിലുള്ള വേഷങ്ങളും ഇട്ട് സ്പിരിച്വാലിറ്റി സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചില സമയത്ത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി തോന്നും, എടാ നീ ഇത് എന്താ കിടന്ന് കാണിക്കണമെന്ന്. പക്ഷേ ഞാൻ അപ്പോൾ പറയുന്നതും ചെയ്യുന്നതും ആ പർട്ടിക്കുലർ ആളുകൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു ഞാൻ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എന്തിനോ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിയോഗത്തിന് വേണ്ടി ഞാൻ തയ്യാറാവുന്നു. അതിനു വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും മാറ്റിവെക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ തെറ്റുകളെ പറ്റിയിട്ട്, മറ്റു പല മിസ്റ്റേക്കുകളെ പറ്റിയിട്ട് ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ മറ്റെന്തോ മേഖലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ആരും പറ്റിക്കേണ്ട, എനിക്ക് ആരുടെ ഒന്നും വേണ്ട, ഞാനിതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ടുണ്ട് ലാസ്റ്റ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഈ ഹീലിങ്സും ഈ കൺസൾട്ടേഷൻസും കുറച്ച് നാൾക്കുള്ളിൽ ഞാൻ അവസാനിപ്പിക്കും. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമാണ്. കാരണം എൻ്റെ ആത്മീയമായ ലൈഫ് എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സാധനം എനിക്ക് വേണ്ട. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യണം എന്നുള്ള നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്യുന്നു. എൻ്റെ അടുത്തോട്ട് വരുന്ന, ഇപ്പോൾ വിശ്വസിച്ചാലില്ലെങ്കിലും എൻ്റെ അടുത്തോട്ട് വരുന്ന സോളുകളാണെങ്കിലും എൻ്റെ അടുത്തോട്ട് വരുന്ന മനുഷ്യരാണെങ്കിലും അവരുടെ കൂടെ ഞാൻ നിൽക്കും. കാരണം അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്.
ശരണ്യ നമ്മളെല്ലാവരും അൾട്ടിമേറ്റ് ഒറ്റയ്ക്കാൻ പോകുന്നത്. തീർച്ചയായും റോജി, ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒന്നിച്ച് വന്നിന്ന് നിന്റെ റീൽസ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച് ചില സമയത്ത് ഭയങ്കര പ്രശ്നം വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ലൈഫൊക്കെ വിട്ടിട്ട് മറ്റേ സന്യസിക്കാൻ പോട്ടെ. സന്യാസമാണല്ലോ അൾട്ടിമേറ്റ്, അതായത് ഒളിച്ചോട്ടമാണ്. അപ്പോഴും ഞാൻ തിരിച്ചു പിടിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇല്ല എനിക്ക് എന്തോ ചെയ്തു വെക്കാൻ ബാക്കിയുണ്ട്. എനിക്കതുകൊണ്ടായിരിക്കും ആ വിളി വരാത്തത്, എനിക്കൊരു സ്പിരിച്വൽ വിളി വരാത്തത്, അല്ലെങ്കിൽ നീ വിളിച്ച് പലതവണ വന്നിട്ടും എനിക്ക് വരാൻ പറ്റാത്തതും, എനിക്ക് എന്താ പറയുക, എനിക്ക് സമയമായിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ലോ. അതറിയാലോ, കറക്റ്റ് ടൈമിൽ നമ്മളായിരിക്കുന്ന ഒരു സ്റ്റേജിലേ നമുക്ക് എല്ലാം കിട്ടത്തുള്ളൂ. പക്ഷെ നിനക്കത് 100 പേർക്കൊരു ഹീലിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യരോട് ഒരു ചിരി കൊണ്ടെങ്കിലും നമ്മൾക്ക് അവർ മാറ്റാൻ പറ്റുന്നുണ്ട്, അത് വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് തെറ്റിരിക്കും. ഞാനിവിടെ ദൈവത്തെ പ്രാർത്ഥിക്കാനോ പൂജകൾ ചെയ്യാനോ മന്ത്രം ചെയ്യാനോ ഒന്നും അല്ല ശരണ്യം പറയുന്നത്. ആളുടെ തെറ്റുകാരനെ, അത് ആ സാധനം കാണുമ്പോൾ ഉണ്ടാവുന്ന തെറ്റുകാരനെ. ശരണ്യ ഒന്ന് നോക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് എന്താണെന്ന് ചോദിക്കാനോ, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും ഇന്ന് ആരും ഇല്ല ഇവിടെ. പല മനുഷ്യർക്കും ഒരു മനുഷ്യനില്ല അവർക്ക്. അങ്ങനെ മനുഷ്യരില്ലാത്ത മനുഷ്യരാണ് എൻ്റെ അടുത്തോട് ഓടി വരുന്നത്. എനിക്ക് അവരെ വിട്ട് കളയാൻ പറ്റില്ല. കാരണം ശരണ്യ ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ അനുഭവിച്ച് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവരെ ചേർത്ത് നിർത്തും. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും വരുന്നവരൊക്കെ ഞാനാണെന്നുള്ളൊരു തോന്നില്ല നിനക്ക്? അല്ലേ, നമുക്ക് ശരണ്യക്ക് അങ്ങനെ തോന്നൂലേ? ഒരാൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നില്ല അത് ഞാനായിരുന്നു. പലപ്പോഴും ഇന്റർവ്യൂവിൽ ഞാൻ അറിയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവരല്ല, അത് ഞാനാണ്, അനുഭവിച്ചു വന്നവരാണ് നമ്മളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവൻ അനുഭവിക്കുന്ന വേദനയും സങ്കടവും ഈ പറയുന്ന എല്ലാം ഉള്ളവന് വെറും തമാശകൾ മാത്രമാണ്. ഒരു 1000 രൂപ 2000 രൂപ കൊടുക്കാതെ എവിടെ ശരണ്യ ഒരു കൺസൾട്ടേഷൻ പോകാൻ പറ്റുന്നത്, ഒരു ഡോക്ടറെ കാണാൻ പറ്റുന്നത്, എവിടെ ഒരു ആശ്വാസത്തിനും ആരെവിടെ ആശ്വസിപ്പിക്കാനുണ്ട്? ഇവിടെ ആരെ ആശ്വസിപ്പിക്കുന്നത്? അച്ഛൻ അമ്മേനെ ആശ്വസിപ്പിക്കുന്നു, അമ്മ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ എന്താ അവിടെ വിഷയം? എന്തൊക്കെ പ്രശ്നങ്ങൾ? അൾട്ടിമേറ്റ് എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ആനന്ദമില്ല, നമ്മുടെ ഉള്ളിൽ സന്തോഷമില്ല. നമ്മുടെ നല്ല കാലഘട്ടങ്ങളും നമ്മുടെ നല്ല ആരോഗ്യവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പണയം വെച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ളതെല്ലാം അവർക്ക് കൊടുത്തിട്ട് അവസാനം നമുക്ക് കിട്ടുന്ന ചവിട്ടിത്തയ്ക്കലാണ്, കളിയാക്കലുകളാണ്. നീ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരൊറ്റ ചോദ്യത്തിൽ നമ്മളെല്ലാവരും ഉരുകിപ്പോവും. ചേട്ടൻ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും നിന്നിട്ട് അവസാനത്തെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നവൻ്റെ ഒറ്റ ചോദ്യം നമ്മൾ ഉരുകിപ്പോവും. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നീ എന്താ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള ചോദ്യത്തിൽ. കാരണം എന്താ, അവിടെ കണക്കുകൾ എഴുതി വയ്ക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം അത് ഞാൻ തന്നെയായിരുന്നു. എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ഭർത്താവും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും ഞാനാണെന്നുള്ള ബോധത്തിലാണ് ഈ മനുഷ്യരെല്ലാം ചെയ്തു വെച്ചത്. അങ്ങനെ വലിച്ചെറിയപ്പെടുന്ന മനുഷ്യർ ഭ്രാന്തരായി നടക്കണോ? മനസ്സിലാവുന്നത്? ആര് വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ, എനിക്ക് എൻ്റെ പ്രശ്നം. എനിക്കറിയാം ഞാൻ എന്താ അവരോട് പറയുന്നതെന്ന്, എനിക്കറിയാം ഞാൻ എന്താ അവർക്ക് കൊടുക്കുന്നത്. ഞാൻ അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് ദൈവം ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നല്ലോ? നിങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ദൈവവിശ്വാസം. ഇവിടെ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നതോ പള്ളി പോകുന്നതോ മെഴുകുതിരി കത്തിക്കുന്നതോ തേങ്ങ ഉടയ്ക്കുന്നതല്ല. ഇവിടെ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് മുന്നിലുള്ള മനുഷ്യൻ്റെ വേദന ആര് കാണുന്നു അവനാണ് പ്രാർത്ഥിക്കുന്നത്, അതല്ലാതെ മറ്റുള്ളവരല്ല പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി വിളിക്കുന്ന ഓരോ വിളികളും കൂടെ നിൽക്കുന്നവൻ്റെ ഒരു ബുദ്ധിമുട്ട്, അവനെ സഹായിക്കാൻ പറ്റില്ല, പോട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരാളെ സഹായിക്കാൻ പറ്റില്ല. മനസ്സിലാക്കുന്നതിന് എന്താ പ്രശ്നം? ഒരു വാക്ക് പോട്ടെ എന്ന് പറഞ്ഞ് നീ ഓക്കെ ആണെന്ന് ചോദിക്കുന്നത്. ശരണ്യയുടെ ഫോണിലോട്ട് നീ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ചെയ്തിട്ട് എത്ര നാളായി? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മനസ്സിലാവുക? അവസാനം നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ ചിരിക്കുകയും കളിക്കുകയും നമ്മുടെ കൂട്ടത്തിൽ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ആളുകൾ കെട്ടിത്തൂങ്ങി ചത്ത് കഴിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ അവനെന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിക്കും. കാരണം എന്താ, ഏറ്റവും കൂടുതൽ ദുഃഖവും സങ്കടവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മുടെ കൂട്ടത്തിൽ ചിരിച്ചും കളിച്ച് നടക്കുന്നത്. ഇത് എത്ര പേർക്കറിയാം? മനസ്സിലാവുന്നില്ല? അവരെ കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, നീ ഓക്കെ അല്ലേ? ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ചിരിക്കുന്നത്, ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് സന്തോഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ അവസ്ഥ ആർക്ക് മനസ്സിലാവും? ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാക്കോ? ഒരാൾ നമ്മുടെ കൂടെ നിൽക്കോ? ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി ചിലവാക്കോ? ഇല്ല, ചിലവാക്കില്ല. ഈ പോയിന്റിൽ വരുമ്പോൾ സ്വയമായിട്ട് തിരിയണം. നമ്മളെ നോക്കണം. നമ്മളെ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ നമ്മളെ നോക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. ഏറ്റവും വലിയ വിശ്വാസി എന്ന് പറയുന്നത് എത്തിസ്റ്റാണ്. കാരണം എന്താ കാര്യം അറിയാമോ? നിരീശ്വരവാദിയാണ് യഥാർത്ഥ ദൈവവിശ്വാസി. നിരീശ്വരവാദി വിശ്വസിക്കുന്നത് അവനെയാണ്, ആണല്ലോ. അവൻ്റെ ഉള്ളിലിരിക്കുന്ന ബോധത്തെയാണ്. ഈ ബോധം ആര് തന്നു? ഈ ബോധം എവിടെ നിന്നോ വന്നൊരു ബോധമാണ്. അതാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ദൈവവിശ്വാസം. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നന്മയെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്, ആണല്ലോ. ദൈവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് നന്മയും സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ നന്മയും സ്നേഹമുള്ളത് അന്ധവിശ്വാസികളുടെ ഉള്ളിലാണ്. അവരാരെയും വേദനിപ്പിക്കുന്നില്ല,
അവരൊന്നും ചെയ്യുന്നില്ല. അവരെ നോക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. നമ്മളെല്ലാവരും നമ്മളെ നോക്കിയാൽ മതി. അത് തന്നെയാണ് വിശ്വാസം. അല്ലാതെ ഈ അമ്പലത്തിൽ പോയി കാണിക്കുന്നത് ഈ പ്രകസനങ്ങളെ പറ്റിയിട്ട് ഒന്നുമല്ല ഞാനും പറയുന്നത്. നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ബോധത്തെ നമ്മൾ കൃത്യമായിട്ട് പരിചരിച്ച് കൃത്യമായി കൊണ്ടുപോയി മറ്റുള്ള മനുഷ്യന് ഒരു മിഠായിയുടെ എങ്കിലും ഒരു ഗുണം നമ്മൾ കൊടുക്കുന്നുണ്ടോ, അവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി. അതല്ലാതെ അമ്പലങ്ങളിലും പള്ളിയിലും പോയി നേർച്ചയിടുന്നവനല്ല എന്ന് തന്നെ ഞാനും പറയുന്നു. ഓക്കെ, കുറേ ഇമോഷണലായിട്ട് നീ സംസാരിച്ചു. അത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമുക്ക് അത്രയും ഒരു പക്ഷേ നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരാളുടെ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു മുട്ടായി കഷ്ണം, എടാ വെച്ചാൽ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ന് നമ്മളത് 100 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഞാനുണ്ട് പറയുന്നതിന് എൻ്റെ ഇതൊക്കെ കണ്ണും നമുക്കറിയാം. അതൊക്കെ ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ പിന്നിട്ടിട്ട് ഇപ്പോഴും ഇപ്പം ആ സ്റ്റേജിൽ മനസ്സിലാവുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആ സ്റ്റേജ് മനസ്സിലാവുന്നുണ്ട്. പണ്ടത് മനസ്സിലാവുന്നില്ല. നമ്മുടെ മാത്രം കുറവ് കൊണ്ടാണ് ആൾക്കാർ നമ്മുടെ അടുത്ത് വരാത്തത്, അല്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്നാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഓക്കെ, നമ്മൾ ജീവിച്ചിരിക്കുക, അൾട്ടിമേറ്റ് സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മളോട് ചെയ്യാവുന്നൊരു നീതി. നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ കടിച്ചു പിടിച്ച് പരിശ്രമിക്കുക ശരണ്യ, എല്ലാവരും നിലനിൽപ്പിന് വേണ്ടി. അതായത് ലോകത്ത് ഒരു പൈസ മുടക്കില്ലാത്തൊരു സാധനമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സ്നേഹവും കരുണയും അനുകമ്പവും ഈ പറയുന്ന ആത്മാർത്ഥതയെല്ലാം. അത് തരാൻ ഇവിടെ സൗകര്യമില്ല. നമ്മുടെ കൂടെ നടക്കുന്ന മനുഷ്യർക്ക് പോലും നമുക്കത് തരാൻ സൗകര്യമില്ല. നമ്മൾ ഇവിടെ മുഖത്തേക്ക് പറയുന്നത് നീ അങ്ങനെ സൂഹിക്കണ്ട, നീ അങ്ങനെ സ്നേഹിക്കണ്ട, മനസ്സിലാവുന്നില്ല. ഞാൻ സ്നേഹം തന്നിട്ട് നീ അങ്ങനെ സന്തോഷിക്കണ്ട, അത് എന്ത് ആറ്റിറ്റ്യൂഡാ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ വേറൊരു ഇതും കൂടെ ഇറങ്ങുന്നുണ്ട്. എന്തിനാണ് അവന്റെ സ്നേഹം? നമുക്കത് പറയാം. ആ സമയത്ത് നമുക്കത് എത്രയോ മനുഷ്യരാ സ്വന്തം സ്വത്തുക്കളെല്ലാം മക്കൾക്ക് എഴുതി കൊടുത്ത് അനാഥലത്തിൽ പോകുന്നത്, പട്ടിണി കിടക്കുന്നത്. എത്രയോ ഭാര്യമാരാ ഭർത്താക്കന്മാരുടെ ചവിട്ടും തോഴും കൊണ്ട് ജീവിക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇവരെല്ലാവരും അവരെ നഷ്ടപ്പെട്ടു പോയി. അവരവിടെ ഇല്ല. അവരെല്ലാവരും മരണത്തെപ്പറ്റി ചിന്തിക്കുക. അവരെല്ലാവരും ജീവിതം എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോയതിനെ പറ്റി ചിന്തിക്കുക. സന്തോഷമില്ല, സമാധാനമില്ല, ഒന്നുമില്ല. എത്രയോ മനുഷ്യരാ ശരണ്യ. നമ്മൾ ഇവിടെ ഇരുന്ന് ഈ പറയുന്ന അതിനെ കുറ്റം പറഞ്ഞ് നമ്മൾ ഇതിനെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന വേദനയുടെ ഒരു ഡെപ്ത് എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണാമെന്ന് അത് പറയാൻ പാടില്ല എങ്കിൽ പോലും സ്വന്തം പിതാവിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടുന്ന എത്രയോ സ്ത്രീകളെന്നറിയാമോ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഓരോ കൺസൾട്ടേഷനും ഓരോ വന്നിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചങ്ക് ഉരുകിപ്പോവും. ഞാൻ ആലോചിച്ച് നോക്ക്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും, ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറയാം, എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ല. സെക്ഷൽ താല്പര്യത്തിന് വേണ്ടി കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അതിന് വേറെ ആളുകളെ കിട്ടും. അവിടെ പോയിട്ട് സെക്ഷൽ താല്പര്യങ്ങൾ തീർക്കുക. കല്യാണം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള, ഒരുപാട് തലമുറകളെ സൃഷ്ടിക്കാനുള്ള, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി കല്യാണം കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. കല്യാണം കഴിച്ച എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അച്ഛനാവാനുള്ള യോഗ്യതയുമില്ല. അച്ഛനാവുക, അമ്മയാവുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. ഇവിടെ സെക്ഷൽ താല്പര്യത്തിന് വേണ്ടി മാത്രം പെണ്ണ് കെട്ടുന്നു, കുറേ സെക്ഷുവാലിറ്റി നടത്തുന്നു, കൂട്ടത്തിൽ സൈക്കിക് ആയിട്ടുള്ള ഒരുപാട് പോൺ വീഡിയോസും ഒരുപാട് ഫാൻറ്റസി വീഡിയോസും കാണുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം അച്ഛൻ കയറി ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ അവിടെ ഇവിടെയും കയറി പിടിച്ച് എത്ര നമ്മൾ ഞെട്ടിപ്പോകും കേട്ട് കഴിഞ്ഞാൽ. ഈ കുഞ്ഞുങ്ങൾ ഈ ട്രോമ വെച്ച് ജീവിക്കുക. സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞുങ്ങൾ അടുത്ത് വരുമ്പോൾ സംശയം, നാട്ടുകാരെ പേടി എന്ന് ആലോചിച്ച് നോക്ക്. ദൈവത്തോർത്ത് നമുക്ക് യോഗ്യത ഇല്ലയോ, നമ്മൾ കെട്ടാൻ നിൽക്കരുത്. ഇവിടെ നമ്മൾ കെട്ടിയില്ല എന്ന് കരുതി ഇവിടെ ഒന്നും പറ്റൂല. മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ മാനസികാവസ്ഥയാണ്. നമ്മുടെ സെക്ഷൽ ഫാൻറ്റസി എന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിൽ ഒരുപാട് ചവിട്ടി അരയ്ക്കപ്പെടുന്ന കുഞ്ഞുങ്ങളും അതുമൂലം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളും അതിൻ്റെ ഒരു സോഷ്യൽ കണ്ടീഷനും എല്ലാം എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും. മനസ്സിലാവുന്നില്ല. ഈ ട്രോമയെല്ലാം ചുമന്നുകൊണ്ട് നടക്കുക ആരോട് പറയും? അമ്മയോട് പറയാൻ പറ്റുമോ? സഹോദരങ്ങൾ പറയാൻ പറ്റും? ഇവിടെ എവിടെ ശരണ്യ സഹോദര സ്നേഹം? വഴിക്കോടെ പോണ പട്ടി സ്നേഹിക്കുള്ളൂ നമ്മളെ. അപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന മനുഷ്യരെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല. കാരണം എന്താ പറയുമ്പോൾ അങ്ങനെ നീ സ്നേഹിക്കേണ്ട. കാരണം എന്താ, അവൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ നിന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദ്രോഹിച്ചു എന്നുള്ളതല്ല അവിടെ പ്രശ്നം. അവൻ്റെ എക്സ്പെക്റ്റേഷനും അവൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തില്ല എന്നീ പറയുന്നത്. മനസ്സിലാവുന്നത്? നമുക്ക് ലൈഫില്ലേ? ഇവിടെ നടക്കുന്ന മനുഷ്യർക്ക് സന്തോഷമില്ല, സമാധാനമില്ല. ഇവിടെ നടക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ഭാര്യ ആവട്ടെ, ഭർത്താവാവട്ടെ, കുടുംബമാവട്ടെ, എന്തോ ആവട്ടെ, ഇമോഷണൽ വാല്യൂ എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ഇടയിലില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെ കാര്യം. എനിക്കില്ലയോ നിനക്കും വേണ്ട, നിനക്കുണ്ടോ അത് എനിക്ക് വേണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല ഈ സാധനം. എന്താണല്ലോ പ്രോജക്റ്റ്. നീ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസൊക്കെ നന്നായിട്ട് പോട്ടെ, ഒരുപാട് പേർക്ക് ഹീലിംഗ് ആവട്ടെ. ഞാൻ ഇതിനകത്ത് വെല്ലുവിളിക്കുന്നില്ല, അന്ന് ഞാൻ വെല്ലുവിളിച്ചു. വൺസായി ഉറപ്പായിട്ടും വന്നിരിക്കും. കാരണം ചിലത് അങ്ങനെയാണ്, മനസ്സിലായില്ല. ഇല്ലെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് നമുക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പോലും ആവശ്യമില്ല. ഒരു ഫോൺ കോളിൽ പോലും നീ എന്തിനായിരിക്കാം വിളിച്ചത്, അല്ലെങ്കിൽ അതാണോ എന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആണല്ലോ. സോ എന്താണല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. കുറേ പേരുടെ പരാതികൾ കേൾക്കുമ്പോൾ നമ്മളൊന്നും അനുഭവിച്ച ഒന്നും അല്ല എന്നും
നമുക്കൊരിതാവാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണെങ്കിലും ഭയങ്കര സന്തോഷം. താങ്ക് യു. സന്തോഷം. എല്ലാ മാസവും ക്യാമ്പ് നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാ മാസവും ഉണ്ട് ക്യാമ്പ്. അത് പല രീതിയിലുണ്ട്. ചില ക്യാമ്പുകൾ ഞാൻ എൻ്റെ പൈസ മുടക്കി സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിനക്കറിയാലോ എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എനിക്ക് സൗജന്യ ക്യാമ്പുകളൊന്നും ഒരു പരിധി വിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചില ക്യാമ്പുകൾ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിച്ച് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വരാം, പങ്കെടുക്കാം. അത്ഭുതങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കരുത്. നിങ്ങളായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളിലൂടെ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കുള്ളൂ. നിങ്ങളാണ് അൾട്ടിമേറ്റ്. നിങ്ങൾ മാത്രമാണ് അൾട്ടിമേറ്റ്. നിങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുള്ള ഒന്നുമില്ല. ഭാര്യയുമില്ല, ഭർത്താവുമില്ല, വിദ്യാഭ്യാസമില്ല, പണമില്ല, ഒന്നുമില്ല. നിങ്ങളുണ്ടാവുക, നിങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് അങ്ങനെ തന്നെ വേണം. അവിടെ നമ്മൾ മറ്റുള്ള ഇമോഷനെ പറ്റി ചിന്തിക്കരുത്. അതുകൊണ്ട് എല്ലാ മാസവും നമുക്ക് ക്യാമ്പുണ്ട്. വരാം, പങ്കെടുക്കാം. കുറച്ചുകൂടി നമ്മളെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെപ്പറ്റി ശ്രദ്ധിക്കാൻ ശരി. ശരിയാണ്.